ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് TV പ്രേക്ഷകർക്ക് വചനദീപ്തി ഒരുക്കുന്ന ഈ സ്നേഹ വിരുന്നിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം ആശംസിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദിവ്യകാരുണ്യമെന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ്. രണ്ടാം വത്തിക്കാൻ സുനഹദോസ് പ്രമാണരേഖ 47 പറയുന്നു, ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ഉറവിടവും കേന്ദ്രബിന്ദുവും വിശുദ്ധ കുർബാനയാണ്. ഇന്ന് വിശുദ്ധ കുർബാനയുടെ മഹത്വം തിരിച്ചറിയാത്ത യുവമക്കൾ ആ അനുഗ്രഹത്തിൻ്റെ കൂദാശയുടെ വിലയറിയാതെ പോകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നീ ഭൂമിയിൽ കത്തോലിക്ക തിരുസഭയ്ക്ക് 5 ലക്ഷം വൈദികരുണ്ട്. 5 ലക്ഷം വൈദികർ ഒരു ദിവസം, ഇന്നലെ നേരം മുതൽ ഇന്നീ നേരം വരെയുള്ള സമയം കൊണ്ട് ഈ 5 ലക്ഷം പുരോഹിതർ 6,89,640 ബലിയർപ്പണമാണ് ഈ ഭൂമിയിൽ നടക്കുന്നത്. അതിൻ്റെ ഒറ്റയൊരു അനുഗ്രഹം കൊണ്ടാണ് ഞാനും നിങ്ങളും ഈ പാപപങ്കിലമായ ഭൂമിയിൽ ജീവനോടെ നിലനിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ മൂല കാരണമെന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ടി പുരോഹിതരർപ്പിച്ച വിശുദ്ധ കുർബാന ഒന്നുകൊണ്ട് മാത്രമാണ്. ആ വിശുദ്ധ കുർബാനയുടെ മഹത്വം നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് വരച്ചു കാട്ടിയ ഈ കൂദാശ, എനിക്കും നിങ്ങൾക്കും വേണ്ടി സമ്മാനമായി തന്ന ഈ കൂദാശ, ആ കൂദാശയുടെ മഹത്വം നമ്മൾ തിരിച്ചറിയാതെ പോകുമ്പോൾ, ഇവിടെ സഭാപ്രസംഗൻ 5-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനം പറയുന്നു, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക, ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം. തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഭോഷനുണ്ടോ അറിയുന്നു. എന്ന് പള്ളിയിൽ വന്നാൽ ദേവാലയത്തിൽ മുന്നോട്ട് വരാൻ ജനങ്ങൾ മടിക്കുന്നു. യുവമക്കളൊക്കെ പള്ളിക്ക് വെളിയിലാണ് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, ആ ദേവാലയത്തിൻ്റെ പരിപാവനത നമ്മൾ മനസ്സിലാക്കുമ്പോൾ മലാക്കി പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവിൻ്റെ ബലിപീഠത്തെ നിങ്ങൾ നിസ്സാരമെന്ന് കരുതിയോ? ഈശോ ചോദിക്കുകയാണ്, കർത്താവിൻ്റെ ബലിപീഠത്തെ നിങ്ങൾ ഇത്ര നിസ്സാരമാക്കിയോ? പ്രിയപ്പെട്ടവരെ, അബ്രഹാം പിതാവിൻ്റെ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ, അതിൻ്റെ 15-ാം അധ്യായത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ കാണാം, അബ്രഹാം പിതാവിനോട് ദൈവം തമ്പുരാൻ പറഞ്ഞു, നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും ഭൂമിയിലെ മണൽത്തരികളെ പോലെയും നിനക്ക് സന്താന സൗഭാഗ്യമുണ്ടാകുമെന്ന്. എന്നാൽ വർഷങ്ങൾ പലതും പറഞ്ഞു കഴിഞ്ഞിട്ടും ദൈവം പറഞ്ഞത് അബ്രഹാത്തിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്, എൻ്റെ ദൈവം പാഴ്വാക്ക് പറയില്ലെന്ന്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ കുർബാനയിൽ നിന്ന് ലഭിക്കാത്ത ഒരു അനുഗ്രഹവും മറ്റൊരിടത്തും കിട്ടത്തില്ല. നിൻ്റെ ഇടവക പള്ളിയിൽ നിൻ്റെ വികാരി അച്ഛനെ അറിയിപ്പിച്ച കുർബാനയ്ക്ക് നീ പ്രാധാന്യം കൊടുക്കാതെ നീ പരക്കം പായരുത്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെ കലവറയാണ് വിശുദ്ധ കുർബാന. ഇവിടെ 2-ാം വത്തിക്കാൻ സുനഹദോസ് പറയാണ്, എത്രമാത്രം ഒരുക്കത്തോടെ, എത്രമാത്രം ഭക്തിയോടെ നമ്മൾ ഈ വിശുദ്ധ കുർബാനയെ സമീപിക്കുന്നുവോ അത്രമാത്രം അനുഗ്രഹങ്ങളുടെ കലവറയുടെ താക്കോൽ കൂട്ടം എനിക്കും നിനക്കും വെച്ച് നീട്ടുകയാണ്, നിനക്കാവോളം വാരിക്കൊണ്ട് അനുഗ്രഹങ്ങൾ വാരിക്കൊണ്ട് പോകുവാൻ. ആ ദൈവം നമുക്കൊരുക്കിയ ഈ സൗഭാഗ്യത്തെ നമ്മൾ മറന്നുകൊണ്ട് നമ്മൾ കടന്നു പോകുമ്പോൾ, അബ്രഹാത്തോട് ദൈവം തമ്പുരാൻ പറഞ്ഞത് അബ്രഹാം വിശ്വസിച്ചു അത്രേ. തുടർന്ന് വരുന്ന നിമിഷങ്ങളിൽ ആ 15-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, അബ്രഹാമിന് ദർശനത്തിൽ 1-ാം വാക്യം പറയുന്നു, അബ്രഹാമിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, അബ്രഹാം ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്. തിരുവചനം പറയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണെന്ന് പറഞ്ഞാൽ വാള് വെട്ടാനുള്ളതാ, പരിച തടുക്കാനുള്ളതാ. നിനക്കുണ്ടാകുന്ന പ്രതികൂലമായ സാഹചര്യങ്ങളെ പ്രതികൂലിക്കാൻ കർത്താവ് പറയാണ്, ഞാൻ നിനക്ക് പരിചയമാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ വിശുദ്ധ കുർബാനയുടെ മഹത്വം നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം പറയുന്നു, അതിനാൽ ഒരു പ്രത്യേകമായ ദിവസം, അതായത് ഇന്ന് കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്നു. ഇന്നെങ്കിലും നിങ്ങൾ അവൻ്റെ സ്വരം ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതെന്ന് പറയുമ്പോൾ, തന്നെ മുറിച്ചു നൽകിയ പൊന്നോടയ തമ്പുരാൻ, തനിക്ക് അതിൽ പരം മറ്റൊന്നും നമുക്ക് നൽകാനില്ല. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധ കുർബാനയിൽ 1 കൊരിന്ത്യർ 11-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, വിശുദ്ധി കൂടാതെ ഈ അപ്പം ഭക്ഷിക്കുകയും
ഈ പാനപാത്രം പാനം ചെയ്യുക മൂലം നിങ്ങളിൽ പലരും രോഗികളായി, പലരും മരണത്തിന് വിധിക്കപ്പെട്ടു. ഇന്ന് നീ രോഗത്തിലാണോ, മരണത്തിന്റെ പടിവാതിക്കലാണോ? ഓർക്കണം പ്രിയപ്പെട്ടവരെ, അനുതപിച്ച് പ്രാർത്ഥിച്ച് നല്ലൊരു കുമ്പസാരം നടത്തി നീ വിശുദ്ധ കുർബാനയിൽ ആകർഷനായാൽ, ആ ബലിയർപ്പണത്തിൽ പങ്കുചേർന്നാൽ ദൈവം നിനക്ക് വലിയ അനുഗ്രഹങ്ങളാണ് തരുന്നത്. 1 പത്രോസ് 2:9 പറഞ്ഞു, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും ദൈവത്തിന്റെ സ്വന്തം ജനവും അവിടുത്തെ ഇഷ്ടപ്പെട്ട ജനവുമാണ്. 10-ാം വാക്യം പറയുന്നു, ഇന്നലകളിൽ നിങ്ങളൊരു ജനമായിരുന്നില്ല, എന്നാൽ ഇപ്പോഴോ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് നിങ്ങളെ മനപരിവർത്തനം വന്ന് നിങ്ങൾ എൻ്റെ സ്വന്തം ജനമായിരിക്കുന്നു. ആ സ്വന്തം ജനത്തോട് ഇവിടെ അബ്രഹാത്തോട് ദൈവം തമ്പുരാൻ പറയാണ്, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്. എന്നിട്ട് പറയാണ്, നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞപ്പോൾ 4-5 വാക്യത്തിൽ അബ്രഹാം ചോദിക്കുകയാണ്, എന്ത് തന്നിട്ട് എന്താ കർത്താവേ പുണ്യം? എൻ്റേതെന്ന് അവകാശപ്പെടാൻ ഒരു കുഞ്ഞിനെ നീ തന്നില്ല. എൻ്റെ വീടിൻ്റെ അവകാശം എന്ന് പറയുന്നത് ദമാസ്കസുകാരൻ എലയാസറാണ്. ദമാസ്കസുകാരൻ എലയാസറാണ് എൻ്റെ കുടുംബത്തിൻ്റെ അവകാശി. ദൈവം പറഞ്ഞു, അല്ല, ദമാസ്കസുകാരനല്ല നിന്റെ അവകാശി. നിന്റെ അവകാശി നിന്റെ രക്തത്തിൽ പറഞ്ഞവൻ തന്നെയായിരിക്കും. അബ്രഹാം പിതാവ് ആ സമയത്ത് ചോദിച്ചു, ഈ അനുഗ്രഹങ്ങൾ എനിക്ക് സ്വന്തമാക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയുടെ മഹത്വം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെയൊക്കെ ദുഃഖത്തിനും ദുരന്തത്തിനും ദുരിതത്തിനും കാരണമെന്ന് ഒരു വലിയൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇവിടെ അബ്രഹാം പിതാവ് ചോദിച്ചു, ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് ലഭിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം? അബ്രഹാം പിതാവിനോട് പറയുകയാണ്, 9-ാം വാക്യം മുതൽ പറയുകയാണ്, 3 വയസ്സ് വീതം പ്രായമുള്ളൊരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടനാട്, ഇളം ചങ്ങാലികളെയും പ്രാവുകളെയും എനിക്കായിട്ട് ബലിയർപ്പിക്കുക. അബ്രഹാം പിതാവ് ബലിയർപ്പിക്കാൻ കൊണ്ടുവരികയാണ്. 3 വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടനാട്, അതുകൂടാതെ ഇളം പ്രാവുകളെയും ചങ്ങാലിയും കൊണ്ടുവന്നു. ഈ മൃഗങ്ങളെ അവൻ 2ആയി പിളർന്നു, നേർക്കുനേരെ വെച്ചു. തിരുവചനം പറയാണ്, 10-11 വാക്യം പറയാണ്, ആ മൃഗങ്ങളെ അവൻ പിളർന്ന് 2ആയി പിളർന്ന് നേർക്കുനേരെ വെച്ചു. അടുത്ത വചനം, പക്ഷികളെ അവൻ പിളർന്നില്ല. പ്രിയപ്പെട്ടവരെ, പക്ഷികളെ അവൻ പിളർന്നില്ല. 11-ാം വാക്യം പറയുന്നു, പിണത്തിന്മേൽ കഴുകന്മാർ പറന്നിറങ്ങി, അബ്രാം അവയെ ആട്ടി ഓടിച്ചു. താൻ ബലിയർപ്പിച്ച ബലിവസ്തുക്കളുടെ മേൽ പറന്നിറങ്ങിയ കഴുകന്മാരെ ആട്ടി ഓടിച്ച നിമിഷം മുതൽ അബ്രഹാത്തിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, പിണത്തിന്മേൽ പറന്നിറങ്ങിയ കഴുകന്മാർ, ബലിവസ്തുക്കളുടെ മേൽ പറന്നിറങ്ങിയ കഴുകന്മാർ എന്താണ്? നിന്നെ തന്നെയാണ് ബലിയായിട്ട് അർപ്പിക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ നിന്റെ മനസ്സും മനസ്സാക്ഷിയുമാണ് ദൈവത്തിന് വേണ്ടത്. റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു, പാപത്തിന്റെ വേദന മരണമാണ്, ദൈവത്തിന്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവനാണ്. ആ കർത്താവിൻ്റെ അരികിലേക്ക് നമ്മൾ വരണമെങ്കിൽ പാപം വെറുത്തുപേക്ഷിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ, ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവയെ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. അതേ പ്രിയപ്പെട്ടവരെ, ഇവിടെ അബ്രഹാം പിതാവ് ബലിയർപ്പിച്ച് കഴിഞ്ഞപ്പോൾ മുതലാണ്, കർത്താവിന് ബലിയർപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവൻ അർപ്പിച്ച ബലിവസ്തുക്കളുടെ മേൽ പറന്നിറങ്ങിയ കഴുകന്മാര്, അതായത് ബലിവസ്തുക്കളുടെ മേൽ പറന്നിറങ്ങിയ കഴുകന്മാരെന്ന് പറയുന്നത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും തഴക്കദോഷങ്ങളുടെയും പാപബന്ധനങ്ങളുടെയും പിടിയിൽ അമർന്ന് നീ ബലിയർപ്പിക്കാൻ പോയാൽ ആ ബലിയിൽ നിനക്ക് അനുഗ്രഹമുണ്ടാകില്ല. കാരണം ആ ബലി നിനക്കൊരു അനുഗ്രഹമായി മാറണമെന്നുണ്ടെങ്കിൽ നീ നിർമ്മല മനസ്സാക്ഷിയോടുകൂടി നിൽക്കണം. പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, പാപങ്ങൾ വെറുത്ത് ചെയ്ത പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് ദൈവാനുഗ്രഹം സ്വന്തമാക്കിയിട്ട് ബലിയർപ്പിച്ചാൽ അവിടെ നിന്റെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ കരകവിഞ്ഞൊഴുകും. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം വാക്യത്തിൽ പറയുന്നു, സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കുമെന്ന് അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അപ്പം ഭക്ഷിച്ചത് വിശുദ്ധിയോടുകൂടിയാണോ? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ അത്ഭുതങ്ങളാണ് ലാഞ്ചിയാനോയിലെ മഹാത്ഭുതം. എന്താണ്? അതായത് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്, കുരിശിൻ്റെ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ലൊഞ്ചീനോസ്, അതായത് കർത്താവിനെ ക്രൂശിച്ചു. ക്രൂശ് മരണത്തിന് ശേഷം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യത്തിൽ പടയാളികളിൽ ഒരുവൻ വന്നിട്ട് ആ കുരിശിൽ മരിച്ചു കിടക്കുന്ന 3 പേര്,
ആരൊക്കെയാണ്? 2 കള്ളന്മാർ അപ്പുറവും ഇപ്പുറവും, നടുക്കും മിശിഹായും മരിച്ചു കിടക്കുമ്പോൾ ഈശോ നേരത്തെ മരിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ ആ പടയാളികൾ മരിക്കായകയാൽ അവരുടെ കണങ്കാൽ തകർത്തു. കണങ്കാൽ തകർത്ത് അവരും മരിച്ചു കഴിഞ്ഞപ്പോൾ ലൊഞ്ചീനോസ് എന്ന് പറയുന്ന ഒരു പടയാളി വരികയാണ്. ആ പടയാളിയുടെ ഒരു കണ്ണിന് കാഴ്ചയില്ലാത്തവനാണ്. ഇവൻ മരിച്ചോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ, കുരിശിൽ കിടക്കുന്ന മിശിഹ മരിച്ചോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ അവൻ ആ കുന്തം കൊണ്ട് അവൻ്റെ തിരുവിലാവിൽ കുത്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ലഞ്ചാവോസ് എന്ന് പറയുന്നത് കുന്തപ്പടയാളികളെ ഇസ്രായേലിൽ വിളിക്കുന്ന ഒരു പേരാണ് ലഞ്ചാവോസ്. ആ ലഞ്ചാവോസ് എന്ന് പറഞ്ഞാൽ കുന്തം കൊണ്ട് അത്ഭുതകരമായി, കുന്തം കൊണ്ട് വിദഗ്ധമായിട്ട് യുദ്ധം ചെയ്ത് എതിരാളികളെ തറപറ്റിക്കാൻ കഴിവുള്ളവരെയാണ് ലഞ്ചാവോസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് ആ കുന്തപ്പടയാളിയിൽ ഒരുവനായ ലൊഞ്ചീനോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വന്നിട്ട് മിശിഹായുടെ തിരുവിലാവിൽ കുത്തിയപ്പോൾ തൻ്റെ തിരുവിലാവിൽ കുത്തി താൻ മരിച്ചോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ട് ഒരുവൻ വരുമെന്നുള്ളത് മിശിഹായ്ക്കറിയാം. പ്രിയപ്പെട്ടവരെ, ആ ചങ്കിൽ നിന്നൊഴുകിയ ചോരയും വെള്ളവും തെറിച്ച് വീണ ലൊഞ്ചീനോസിൻ്റെ കണ്ണിനെ കാഴ്ച കിട്ടിയപ്പോൾ മുതൽ ആ ലൊഞ്ചീനോസ് മിശിഹായെ ആരാധിക്കാൻ തുടങ്ങി. അവൻ്റെ രക്തം വീണപ്പോൾ, അവൻ്റെ വെള്ളം തെറിച്ചപ്പോൾ ആ ജന്മന ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ലൊഞ്ചീനോസിന് കണ്ണുകൾക്ക് കാഴ്ച കിട്ടി. ക്രിസ്തുവിന് ശേഷം 750 ആണ്ടിൽ പ്രിയപ്പെട്ടവരെ, ഈ ലൊഞ്ചീനോസ് പിന്നീട് ചരിത്രം പറയുന്നത് അദ്ദേഹം കർത്താവിൻ്റെ പിന്നാലെ അനുഗമിച്ചു. കർത്താവിൻ്റെ പിന്നാലെ അനുഗമിച്ചു എന്ന് മാത്രമല്ല, കർത്താവിൻ്റെ ഒരു നല്ല ഒരു ശിഷ്യനായിട്ട് ഒരു മാനസാന്തര അനുഭവത്തിൽ അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം, ആ ലൊഞ്ചീനോസ് പിന്നീട് മരിച്ചു. അദ്ദേഹത്തിൻ്റെ നാമത്തിലുള്ള ഒരു ദേവാലയം, അതായത് 1272 വർഷം പിന്നിട്ടിരിക്കുന്നു ഈ അത്ഭുതം നടന്നിട്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ ആ ബലിയർപ്പിക്കുന്ന, അതായത് ഈ പറയുന്ന ലൊഞ്ചീനോസിൻ്റെ നാമത്തിലുള്ള ദേവാലയത്തിൽ ഒരു ആശ്രമ ദേവാലയം, ആ ആശ്രമ ദേവാലയത്തിൽ ഒരു 70 വയസ്സോളം പ്രായം വരുന്ന ഒരു പുരോഹിതൻ ബലിയർപ്പിക്കുന്ന വേളയിൽ 750 നടന്നൊരു സംഭവം. ഈ ബലിയർപ്പിക്കുന്ന വേളയിൽ തിരുവോസ്തിയെടുത്ത് ഉയർത്തിക്കൊണ്ട് ഇതെൻ്റെ ശരീരമാണ് എന്ന് പറയുന്ന ആ നിമിഷം ബലിയർപ്പിക്കുന്ന പുരോഹിതൻ്റെ മനസ്സിൽ മാനുഷികമായിട്ട് ഒരു ചിന്ത വന്നു, ഇതെങ്ങനെ ഈശോയുടെ ശരീരമാകും? ഇത് വെറും ഒരു ഗോതമ്പപ്പമല്ലേ? ഈ ചിന്ത ആ പുരോഹിതൻ്റെ മനസ്സിൽ വരുമ്പോൾ ഏതാണ്ട് 1000കണക്കിന് ആൾക്കാർ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു ബലിയർപ്പണമാണ്. ഈ സമയത്ത് ആ സെക്കൻഡുകൾക്കുള്ളിൽ ആ തിരുവോസ്തി വിണ്ടുകീറി അതിൽ നിന്ന് രക്തം ഒഴുകുന്നത് ഈ മനുഷ്യരെല്ലാവരും കാണുകയാണ്. ആ രക്തം ഒഴുകി വന്നു. ഈ പുരോഹിതൻ ഭയന്ന് വിറച്ചു പോയി. പ്രിയപ്പെട്ടവരെ, അതൊരു മഹാസംഭവമായി. ആ തിരുവോസ്തി എടുത്ത് സൂക്ഷിച്ചു. ആ കാസയിലും പീലാസയിലും വീണ തിരുരക്തവും അതെടുത്ത് സൂക്ഷിച്ചു. ഇത് 750 ആണ്ടിലാണ് നടന്നത്. അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾ പറഞ്ഞ് പിന്നിട്ടിട്ടും ഇതിൻ്റെ സത്താഭേദത്തിന് മാറ്റം വരാതെ ഇത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ ഇത് പഠനവിധേയമാക്കിയ സഭ ആദ്യമായിട്ട് ഇതിനെ പഠനവിധേയമാക്കിയത് 1574, തുടർന്ന് 1970-ലും 1971-ലും അവസാനമായി 1981-ലും ഈ ലഞ്ചാനാവിൽ നടന്ന ഈ മഹാത്ഭുതത്തെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ അതിന് നേതൃത്വം നൽകിയ ഡോക്ടർ എന്ന് പറയുന്നത് കാർഡിയോളജിയിൽ സ്പെഷ്യലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടർ ലിയോണ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം നിരീശ്വരവാദ പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവാണ്. ദൈവമില്ല എന്ന് സമർത്ഥിക്കുന്ന ഡോക്ടർ ലിയോണ അവസാനമായിട്ട് 1981 ഈ ലിയോണ ഈ മാംസത്തിൻ്റെ അംശം പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഒരു മനുഷ്യൻ പെടഞ്ഞു മരിക്കാൻ, ഹൃദയഭേദകമായ വേദനയോടെ പെടഞ്ഞു മരിക്കുന്ന ആ ഹൃദയത്തിൻ്റെ അംശം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? പ്രിയപ്പെട്ടവരെ, സഭ പറഞ്ഞു, ഇത് ബലിയർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ തിരുവോസ്തിയിൽ സംഭവിച്ചതാണ്. അദ്ദേഹം പറയണല്ല, ഇത് ഹൃദയവേദനയോടെ പെടഞ്ഞു മരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അംശമാണ്. നിങ്ങൾക്കറിയോ, നിരീശ്വരവാദത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആ മനുഷ്യൻ
ആ സെക്കൻഡിൽ അവിടെ പരീക്ഷണ ഹാളിൽ ഇത് തിരിച്ചറിഞ്ഞപാടെ അവിടെ മുട്ടുകുത്തിക്കൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ കുമ്പിട്ട് ആരാധിച്ചു. വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ആ കുർബാനയുടെ മഹത്വം നമ്മൾ തിരിച്ചറിയാതെ പോകുമ്പോൾ, ത്രന്തോസ് സുനഹദോസ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഒരു പുരോഹിതൻ ഓസ്തി എടുത്ത് ഇതെൻ്റെ ശരീരമാണ് എന്ന് പറയുന്ന വേളയിൽ പറഞ്ഞ് തീരും മുമ്പ് ആ ഗോതമ്പപ്പം ഈശോയുടെ ശരീരമായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നു. മുന്തിരിച്ചഷം നിറഞ്ഞ പാനപാത്രം എടുത്ത് ഉയർത്തിക്കൊണ്ട് ഇതെൻ്റെ രക്തമാണ് എന്ന് പറയുന്ന ആ നിമിഷം, ആ സെക്കൻഡുകളിൽ ആ മുന്തിരിച്ചാറ് കർത്താവിൻ്റെ തിരുരക്തമായി രൂപാന്തരം പ്രാപിക്കുന്ന ഈ പ്രക്രിയയെ സ്രന്തോസ് സുനഗദോസ് വിളിക്കുന്നത് സത്താഭേദമെന്നാണ്. ഓർക്കണം, ഒരു ബലിയർപ്പിക്കുന്ന പുരോഹിതൻ എത്ര പാപകരമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യത്തിൽ പതപ്പതിച്ചു പോയ എന്തെങ്കിലും വ്യക്തിയാകട്ടെ, പക്ഷേ ആ ഉറാലയെടുത്തിട്ട് കഴിഞ്ഞാൽ അത് മുത്തി കുരിശി വരച്ച് ഉറാലയെടുത്തിട്ട് കഴിയുമ്പോൾ കർത്താവിൻ്റെ പ്രതിപുരുഷനായി മാറി, ഈശോയുടെ പ്രതിരൂപമായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, ആ പുരോഹിതൻ ബലിയർപ്പിക്കുമ്പോൾ ആ പുരോഹിതൻ ഇന്നലെ ആരെന്നല്ല, ഇന്ന് ബലിയർപ്പിക്കുന്ന പുരോഹിതൻ ഈശോ തന്നെയാണ്. അതുകൊണ്ടാണ് ബലിവേദിയും ബലിവസ്തുവും ബലിയാളുമായിട്ട് തീരുന്ന ഈ പ്രക്രിയ ദൈവാനുഗ്രഹത്തിൻ്റെ പ്രക്രിയ. പ്രിയപ്പെട്ടവരെ, അബ്രഹാം പിതാവ് ബലിയർപ്പിച്ച നിമിഷം മുതലാണ് അബ്രഹാം പിതാവിൻ്റെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ നടന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇന്നും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആ ലഞ്ചാവോയിലെ അത്ഭുത പ്രതിഭാസത്തിൻ്റെ മുമ്പിൽ നമ്മൾ മുട്ടുമടക്കുമ്പോൾ നമ്മുടെ പുരോഹിതരുടെ കരങ്ങളിലൂടെ പരികർമ്മം ചെയ്യപ്പെടുന്ന കൂദാശയുടെ മഹത്വം നമ്മൾ തിരിച്ചറിയാതെ പോകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, യെരമ്യാ പ്രവാചകൻ 17-ാം അധ്യായം അതിൽ 8 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, എന്നും ബലിയർപ്പിക്കുന്നവനെ കുറിച്ച് പറയുകയാണ്, അവൻ ആറ്റുതീർത്ത് നട്ട വൃക്ഷം പോലെയാണ്. ആറ്റുതീർത്ത് നട്ട വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ വേര് മണ്ണിൽ പൂണ്ടു നിൽക്കുന്നത് കൊണ്ട്, ജലത്തിൽ സ്പർശിച്ച് നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ വൃക്ഷങ്ങളിൽ ഇലകൾക്ക് മഞ്ഞളിപ്പുണ്ടാകുന്നില്ല. കാരണം എന്താണ്? അതിൻ്റെ വേര് ജലത്തിൽ സ്പർശിച്ച് നിൽക്കുന്നത് കൊണ്ട് അതിലേറെ കായ്ഫലമുണ്ട്. പ്രിയ സഹോദര, അനുഗ്രഹത്തിൻ്റെ ബലിയർപ്പണത്തിൽ നീ ഓരോ പ്രഭാതത്തിലും പങ്കെടുക്കുമ്പോൾ ഈ ആറ്റുതീർത്ത് നട്ട വൃക്ഷത്തെ പോലെ നിന്നെ പടുത്തുയർത്തുന്ന ഒരു ദൈവം, നിന്റെ സന്തതി പരമ്പരകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, നിന്റെ ജീവിതത്തിൻ്റെ പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളുമെല്ലാം അർപ്പിക്കാൻ ഒരിടം ദിവ്യകാരുണ്യം മാത്രമാണ്. ആ ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ എത്രമാത്രം ഭക്തിയോടാണ് നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുക. എന്നാൽ ഇന്ന് എത്രമാത്രം ഭക്തിയുണ്ട്? മദ്യപിച്ചും മയക്കുമരുന്നിന് അടിമയായിട്ടൊക്കെ വന്ന് അതാ ദേവാലയത്തിൽ ബലിയർപ്പിക്കണം നടത്തുകൊണ്ടിരിക്കുമ്പോൾ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന യുവസമൂഹം ഇത് കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എസെക്കിയേൽ പ്രവാചകൻ 43-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, ദേവാലയത്തിന് ചുറ്റുമുള്ള സ്ഥലമെല്ലാം അതിവിശുദ്ധ സ്ഥലമാണ്. ആ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ പവിത്രത മനസ്സിലാക്കാതെ, ആ ബലിവേദിയുടെ അനുഗ്രഹം തിരിച്ചറിയാതെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കടന്നു പോകുമ്പോൾ ആരാണ് ക്രിസ്ത്യാനി? ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനി. ആ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനി. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലത്തിൽ നമ്മുടെ കൊറോണയൊക്കെ വന്നപ്പോൾ ഇവിടെ എൻ്റെ കൂടെയുള്ള ഒരു വൈദികൻ്റെ സഹ വൈദികനാണ്, അതായത് പാലായ്ക്കടുത്ത് ചിറ്റാർ പള്ളിയിൽ ഫാദർ ഷാജി പുന്നത്താനത്ത് കുന്നിൽ. അദ്ദേഹം കോളേജിലെ ലെക്ചറാണ്, കോളേജിലെ പ്രൊഫസറാണ്. ഇദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ആ രാമപുരത്തിനടുത്ത് ചിറ്റാർ പള്ളിയിൽ വന്ന് അധികാരം ഏറ്റെടുത്തപ്പോൾ ആ പള്ളിയുടെ പ്രത്യേകത, അവിടെയുള്ളവർ പലരും അവിടെ വന്ന പുരോഹിതരെ കരയിപ്പിച്ച് വിട്ടിട്ടുള്ളതാണ്. ഒരു ഞായറാഴ്ച ഈ ഷാജി അച്ഛൻ ഞായറാഴ്ചത്തെ കുർബാനയിൽ പങ്കെടുത്ത് ആ കുർബാനയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പറയുകയാണ്, താൻ കൂടുതലൊന്നും പറയേണ്ടടോ, കൂടി വന്നാൽ 6 മാസത്തിനുള്ളിൽ തന്നെ സ്റ്റീൽ പെട്ടിയിൽ ഈ പള്ളി കൊണ്ടുവന്ന് പൊതുദർശനത്തിന് വെക്കും എന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് പറയാം. കാരണം ഈ മനുഷ്യൻ, ഈ പുരോഹിതൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒന്നും വേണ്ടിയില്ല. നിങ്ങൾക്കറിയോ, കൃത്യം ഈ പറഞ്ഞ മനുഷ്യൻ കൃത്യം പറഞ്ഞതിൻ്റെ 6-ാമത്തെ മാസത്തിൽ ഈ പറഞ്ഞവൻ്റെ ഡെഡ് ബോഡി ആ പള്ളിയുടെ അകത്ത് കയറി എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അച്ഛനുമായിട്ട് വലിയ അടുത്ത ബന്ധം എനിക്കുണ്ട്. കാരണം എന്നോടൊപ്പം ഉള്ള അച്ഛൻ്റെ കൂട്ടുകാരനാണ് ഈ അദ്ദേഹം. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ കൊറോണ കാലയളവിൽ എല്ലാ പള്ളികളും അടച്ചപ്പോൾ, പള്ളികൾ ഓരോന്നൊന്നായി അടച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പാലാരൂപതയുടെ പിതാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ പള്ളിയിൽ ബലിയർപ്പിക്കാനുള്ള അവസരം എനിക്ക് തരണം.
എല്ലാ പള്ളികളും അടച്ചു. റോമിൽ പോലും പല പള്ളികളും അടയ്ക്കപ്പെട്ടു. ലോകം മുഴുവൻ ഇവിടെ ആ കൊറോണയുടെ ഭീകരതാണ്ഡവമാടുമ്പോൾ എല്ലാ പള്ളികളും അടച്ചപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ പുരോഹിതന് പിതാവിൻ്റെ അനുവാദം വാങ്ങി, എനിക്ക് ബലിയർപ്പിക്കാൻ അവസരം വേണം. അദ്ദേഹം ബലിയർപ്പിച്ചു. എന്നിട്ട് ആ പള്ളിയിൽ ആൾക്കാരുടെ അകലങ്ങൾ പാലിച്ചുകൊണ്ട് അവിടെ ബലിയർപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നല്ല, ഒരു ദിവസം സാധാരണ ദിവസങ്ങളിൽ 8 കുർബാന, ഓരോ കുർബാനയ്ക്കും 30-40 പേര് വീതം വരാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, തുടർന്ന് വരുന്ന നിമിഷങ്ങളിൽ ഞായറാഴ്ചകളിൽ 10 കുർബാന അർപ്പിച്ചു. നിങ്ങൾക്കറിയോ, ഏപ്രിൽ മാസത്തിൽ ആ ഇടവകയിൽ 2 പേർക്ക് കൊറോണ വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അച്ഛൻ പറഞ്ഞു, കൊറോണയ്ക്ക് ചികിത്സിക്കാൻ നമുക്ക് മരുന്നില്ല, കൊറോണയ്ക്ക് ചികിത്സിക്കാൻ നമ്മുടെ പണമില്ല, മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. മക്കളെ, 20 പേര് 30 പേര് വെച്ച് പള്ളിയിലേക്ക് വാ, ഞാൻ ബലിയർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം വിളിച്ചറിയിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ബലിയർപ്പിച്ചു. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വണ്ടിയിലൊന്നും യാത്ര ചെയ്യാൻ പാടില്ലാത്തവരും ഒക്കെ വണ്ടിയൊന്ന് റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ നടന്ന് വന്ന് ഏതെങ്കിലും ഒരു കുർബാനയിൽ പങ്കെടുത്തിട്ട് കടന്നു പോകാൻ തുടങ്ങി. നിങ്ങൾക്കറിയോ, ഏപ്രിൽ മാസത്തിൽ ആ ദേശത്ത് 2 പേർക്ക് കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ മൂന്നാമതൊരാളിലേക്ക് അത് പകരാതെ, ആ വിശുദ്ധ കുർബാനയുടെ അനുഗ്രഹം കൊണ്ട് മൂന്നാമതൊരു വ്യക്തിയിലേക്ക് പകരാതെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ നാടിനെ വിശുദ്ധ കുർബാനയുടെ മഹത്വത്താൽ സംരക്ഷിക്കപ്പെട്ടു. മൂന്നാമതൊരാളിലേക്ക് വന്നില്ല. ഈ 2 പേർക്ക് വന്നതുപോലെ തന്നെ ആ കൊറോണയിൽ നിന്ന് അവർ മോചിതരായി. അച്ഛൻ പറഞ്ഞു, പറ്റുന്ന സമയത്ത് ചൂടുവെള്ളം കുടിക്ക്, ഇല്ലാത്ത സമയത്ത് വിശുദ്ധ കുർബാനയ്ക്ക് വാ. ആ വിശുദ്ധ കുർബാനയിൽ പ്രിയപ്പെട്ടവരെ, ഈ വൈദികൻ കുമ്പസാരം കേട്ടു, അവർക്ക് കുർബാന കൊടുത്തു. ആ നാട് അനുഗ്രഹപൂർണമായി. മാത്രമല്ല, ഇതര സമീപ പ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാർ അവിടേക്ക് ഒഴുകാൻ തുടങ്ങി. വിശുദ്ധ കുർബാനയുടെ അത്ഭുത പ്രതിഭാസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ്റെ പേരിൽ കുറച്ച് സ്വത്ത്, റബ്ബർ തോട്ടം പ്രമാണം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അച്ഛൻ്റെ സ്വന്തം പേരിൽ. പ്രിയപ്പെട്ടവരെ, ഈ വൈദികൻ എന്ത് ചെയ്തു? ഈ അവിടുത്തെ ചിറ്റാർ പള്ളി എന്ന് പറഞ്ഞാൽ ആ പള്ളിയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഏത് സമയത്തും താഴെ വീടാറായിരിക്കുന്ന ആ സമയത്ത് അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ്റെ അപ്പൻ കൊടുത്ത ഭൂമി വിറ്റിട്ട് ഏതാണ്ട് 30 ലക്ഷം രൂപ കൊണ്ടുവന്ന് ഒരു ഞായറാഴ്ച വിശുദ്ധ കുർബാനയൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ എത്ര കാലം ഇവിടെ ഉണ്ടാകുമെന്ന് അറിയില്ല, ഇതെൻ്റെ പണമാണ്, എൻ്റെ അപ്പൻ എനിക്ക് തന്ന ഭൂമി വിറ്റ കാശാണ്, ഇത് 30 ലക്ഷം രൂപയുണ്ട്, ഇത് കൈക്കാരൻ ഞാൻ ഏൽപ്പിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഒരു പള്ളി പണിയാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാ നാടിനെ ഇളക്കി മറിച്ചു. അച്ഛൻ്റെ സ്വന്തം ഭൂമി വിറ്റ 30 ലക്ഷം രൂപ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ആ ഇടവകയിലെ പെണ്ണുങ്ങൾ അവിടെ കാതിൽ കിടന്ന കമ്മല്, കയ്യെ കിടന്ന വള, അങ്ങനെ സ്വർണങ്ങളൊക്കെ കൊടുത്തു. നിങ്ങൾക്കറിയോ, ആ നാട്ടിലെ പെണ്ണുങ്ങൾ മാത്രം കൊടുത്തത് 149 പവന ആൾക്കാർ കൊടുത്തു. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പുള്ള സെപ്റ്റംബർ മാസത്തിൽ ചിറ്റാർ പള്ളിയുടെ ഉദ്ഘാടനം നടത്തി. ഇന്ന് പാലാ രൂപതയിലെ ഏറ്റവും പ്രഗത്ഭമായ, ഏറ്റവും വർണ്ണമനോഹരമായ, നയനമനോഹരമായ ഒരു ദേവാലയം അവിടെ ഉയർന്നു. ഇന്നും ഷാജി അച്ഛൻ ആ ദേവാലയത്തിൽ പുരോഹിതനാണ്. ഇന്ന് ആ നാട്ടുകാർക്ക് പ്രിയങ്കരനാണ്. അവർക്ക് വിശുദ്ധ കുർബാനയുടെ മഹത്വം എന്തെന്ന് അവർ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധ കുർബാനയുടെ മഹത്വത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, വിശുദ്ധ കുർബാനയുടെ അനുഗ്രഹം നമ്മൾ തിരിച്ചറിയുമ്പോൾ, ഇവിടെ സങ്കീർത്തകൻ പറയുന്നു, 78-ാം സങ്കീർത്തനം അതിൻ്റെ 24-ാം വാക്യത്തിൽ പറയുന്നു, വാനിടത്തിൻ്റെ വാതിലുകൾ തുറന്ന് അവർക്ക് ഭക്ഷിക്കാൻ അവിടുന്ന് മന്ന വർഷിച്ചു. മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു. എന്ന് പറയുമ്പോൾ മത്തായി സുവിശേഷം 26-ാം അധ്യായം 26-ാം വാക്യത്തിൽ കർത്താവ് പറയാണ്, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അതെ, വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ ആ അപ്പം വാങ്ങി വായിലേക്ക് വെക്കുമ്പോൾ അവൻ പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാണ്. നമുക്ക് ജീവൻ നൽകുന്ന ഈ കൂദാശയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത്ഭുതങ്ങളുടെ കലവറയാകുന്ന വിശുദ്ധ കുർബാന നമുക്കൊരു അനുഗ്രഹമായി തീരാം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ വിശുദ്ധ കുർബാനയിൽ നിന്ന് മാത്രമേ പറ്റൂ മക്കളെ. അതുകൊണ്ട് നമ്മുടെ മനസ്സും മനസ്സാക്ഷിയും ഒരുക്കാം. നമുക്ക് നിർമ്മലമായ മനസ്സോടും മനസ്സാക്ഷിയോടും കൂടി നമുക്ക് വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരാം. ആ വിശുദ്ധ കുർബാനയുടെ അനുഗ്രഹം തിരിച്ചറിഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടൊരു ജനമായിട്ട് നമുക്ക് നമ്മുടെ ദേശത്തെ മാറ്റാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.